കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മോഡിഫൈഡ് വണ്ടിയായിട്ടാണ്. മോഡിഫൈഡ് എന്ന് നിങ്ങൾ വിചാരിക്കും ഭയങ്കരമായിട്ട് ടയറൊക്കെ ചാടിച്ച് രൂപം ഫുള്ളായിട്ട് മാറ്റി ഇറക്കിയിരിക്കുന്ന വണ്ടിയാണെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല സംഭവം. ഇത് Type 3 Sigma 4 ഫോർച്യൂണറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫോർച്യൂണർ എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഇതെന്താണ് ഈ സംഭവം വേറെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. സംഭവം വേറെ എങ്ങുമല്ല, ഇത് പ്രാഡോൻ്റെ ഗ്രില്ലാണ് കയറ്റിയേക്കുന്നത്. ഇത് ഫ്രണ്ടും ബാക്കൊക്കെ ആ പ്രാഡോൻ്റെ ആ ഒരു ലുക്കിലേക്ക് രീതിയിലേക്ക് മാറ്റിയിട്ട് സംഭവം ചെയ്തിട്ടുണ്ട്. ഒരു 5 lakhs അറൗണ്ട് അപ്രോക്സ് ഒരു 5 lakhs മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ കിറ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്ത് ഇറക്കിയേക്കുന്ന വണ്ടിയാണത്. മോഡൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2017 ഇതിൻ്റെ മോഡൽ വന്നിരിക്കുന്നത്. സുപ്പീരിയർ വൈറ്റ് കളർ, അതേപോലെ തന്നെ Sigma 4 Type 3 ഡീസൽ എഞ്ചിനാണ് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ വണ്ടിയുടെ ഫുള്ള് വീഡിയോ നമ്മളൊന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അറൗണ്ട് 5 lakhs അടുത്ത് പൈസ അതിനകത്ത് മുടക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രീതിയിൽ ചെറിയ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യത്യാസം സംഭവിച്ചേക്കാം. വണ്ടി ഫുള്ള് കണ്ടു വരാം. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം, അതേപോലെ എക്സ്ട്രാ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതിനുശേഷം എന്തെങ്കിലും നമുക്കിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ഫോർച്യൂണറാണ്. ഫോർച്യൂണർ എന്ന് പറയണോ പ്രാഡോ എന്ന് പറയണോ നിങ്ങൾ തീരുമാനിക്കും. നോക്കി ഇവിടുന്ന് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം പ്രാഡോ ലുക്കല്ലേ വണ്ടി. ആ ഒരു സംഭവം ഫുള്ള് കിറ്റൊക്കെ കണ്ട ഒരു രക്ഷയില്ല. വണ്ടി കിടക്കണം കണ്ടാൽ തന്നെ നമുക്കറിയാം വണ്ടി ഒരു അജാന ബാഹു സൈസിലാണ് കിടക്കുന്നത്. നല്ലൊരു ഗ്രൗണ്ട് പ്രസൻസ് നോക്കി വണ്ടിയിൽ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫോർച്യൂണർ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ റോഡിലൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടൊക്കെ കണ്ടേക്കണം ഒരു ഫോർച്യൂണർ ലുക്കിൽ നമ്മൾ മൈൻഡ് ചെയ്യില്ല. പക്ഷേ ഈ ഒരു സംഭവം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സംഭവം വേറെ ഐറ്റമാണ്. കണ്ട ബാക്കിലെ ബമ്പേഴ്സും അതേപോലെ തന്നെ ടെയിൽ ലാമ്പും മുകളിൽ സ്പോയിലറും സംഭവങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എങ്ങനെ നോക്കിയാൽ നമുക്കൊരു പ്രാഡോ ലുക്ക് കിട്ടല്ലേ. അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത. കണ്ട നല്ല ലുക്കിൽ കിടക്കുന്ന വണ്ടി. ഓക്കെ, നമ്മൾ ഈ വാഹനം ഒന്ന് ഫുള്ള് കവർ ചെയ്യേണ്ട കേട്ടോ. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം, ടയർ കണ്ടീഷൻ എല്ലാം വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് നമുക്ക് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂവിലേക്കും സൈഡ് വ്യൂവിലേക്കും നോക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു ടോപ്പ് വ്യൂ നമുക്കിവിടെ കാണാം. അതേപോലെ നമുക്കിനി ഓരോ ഭാഗങ്ങളിലേക്കും നോക്കാം. ഫസ്റ്റ് തന്നെ വീലാർസിലേക്കും എയർ കണ്ടീഷനിലേക്കും പോകാം. വീലാർസ് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാർസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് ഇവിടെ കാണാം. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരാം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ലാമ്പ് നോക്കാം. ലാമ്പായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലാമ്പ് കാണാൻ പറ്റും. ഒരു ഫോഗ് ലാമ്പ്, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഫോഗ് ലാമ്പ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല നീറ്റായിരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ആണോ, അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് ലാമ്പ് നോക്കാം. ലാമ്പ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലാമ്പ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. താഴെ നമുക്ക് ഫോഗ് ലാമ്പും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ വീലാർസിലേക്ക് പോകാം. ഈ വീലാർസായാലും നീറ്റായിട്ടിരിക്കുന്ന വീലാർസും കൂടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് ടയേഴ്സ് കിട്ടുന്നുണ്ട്. അലോയ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് രണ്ട് ഡോറിലേക്കും വരാം. രണ്ട് ഡോറും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിനി ഇവിടുത്തെ വീലാർസിലേക്ക് വരാം. ഈ വീലാർസ് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി തന്നെ വീലാർസും കൂടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. സൈഡ് പോർഷനിലേക്ക് വരാം. സൈഡ് പോർഷൻ നല്ല നീറ്റായിരിക്കും. സൈഡ് പോർഷൻ ഒരു ഡാമേജോ കാര്യങ്ങളൊന്നും കൂടെ സൈഡ് പോർഷനും കിട്ടുന്നില്ല. അതേപോലെ തന്നെ നമുക്കിനി ഇവിടെ സ്പോയിലേഴ്സ് വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഡീഫോക്കസ് വന്നിട്ടുണ്ട്. റിയർ വൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. ലിഡ് നോക്കാം. ഇതിൽ നമുക്കിവിടെ സിഗ്മയുടെ ആ ഒരു ബാഡ്ജിങ് കിട്ടുന്നുണ്ട്. ബമ്പേഴ്സ് ശ്രദ്ധിക്കാം. ബമ്പേഴ്സും നമുക്കിവിടെ ഡുവൽ എക്സോസ്റ്റ് ഡമ്മിയാണ്. നമുക്ക് റിയൽ ഫങ്ഷണൽ ബമ്പേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ എക്സോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെയും വീലാർച്ച് നോക്കാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ഇവിടെയും രണ്ട് ഡോറിലേക്ക് വരാം. രണ്ട് ഡോറും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർസാണ് കിട്ടുന്നത്. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും വെച്ചിപ്പെടാം. ഇവിടെ ഫുള്ള് ബ്ലാക്ക് ഔട്ട് ആയിരിക്കണം. ആ ഇൻറ്റീരിയേഴ്സും കൂടെ കാണാൻ പറ്റും. അതേപോലെ നമുക്കിനി ഇവിടെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല നീറ്റായിരിക്കുന്ന സീറ്റ്സ്, എക്സ്ട്രാ കവേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സീറ്റ്സ് ഇൻറ്റീരിയർ സ്പേസ് ഒന്ന് പരിചയപ്പെടാം. ഡാഷൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെയും ഫങ്ഷൻ ബട്ടൺ കാര്യങ്ങളൊക്കെ കാണാം. എയർ ബാഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയും സീറ്റ്സൊക്കെ നോക്കാം. സീറ്റ്സൊക്കെ നല്ല പക്ക ക്വാളിറ്റി തന്നെ സീറ്റ്സ് കാണാം. റൂഫ് നോക്കാം. ഉണ്ട്, റൂഫൊക്കെ ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ റിയറിലെ സീറ്റ്സ് നോക്കാം. കണ്ടോ, ബാക്കിയുള്ള ലാമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് നോർമൽ ഫോർച്യൂണറിൽ കിട്ടുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഇൻറ്റീരിയേഴ്സ് കാര്യമായിട്ട് മാറ്റങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. നമുക്കിവിടെ ബാക്കിയുള്ള മോഡ്സും അതേപോലെ തന്നെ 4x4 ഒരു നോബും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അത്രയൊക്കെയാണ് നമുക്ക് ഇൻറ്റീരിയേഴ്സിൽ കാണിക്കാനുള്ളത്. ഫ്രണ്ടിൽ നിന്ന് നമുക്ക് പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ആ ഒരു ഫുൾ ബ്ലാക്ക് ഔട്ട് ആയിരിക്കും. ഡോർ പാഡ്സും കൂടെ കാണാൻ പറ്റും. അതേപോലെ നമുക്കിവിടെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയിരുന്നു നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കിട്ടുന്നുണ്ട്. ന്യായമായിട്ടുള്ള ലെഗ് റൂം കിട്ടുന്നുണ്ട്. അതേപോലെ ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കേട്ടോ, നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ
സീറ്റ്സ് ഒന്ന് ഡൗൺ ചെയ്യാം. ഇവിടെ സീറ്റ്സ് ഒന്ന് ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് തേർഡ് റോ കാണാം. കണ്ടോ, തേർഡ് റോ നല്ല വൃത്തി തന്നെ ഇരിക്കും. തേർഡ് റോ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാര്യമായിട്ട് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് വണ്ടിയുടെ എൻജിൻ റൂം അതുപോലെ ബൂട്ടും കാര്യങ്ങളും ചെക്ക് ചെയ്തേക്കാം. ഇനി നമുക്ക് വാഹനത്തിൻ്റെ എൻജിൻ റൂമിലേക്ക് നടക്കാം. ഇപ്പോൾ ടൊയോട്ടയുടെ എഞ്ചിനാണ്, കാര്യമായിട്ട് നമുക്ക് ഇനി ഇവിടെ എടുത്ത് പറയാനൊന്നുമില്ല. കണ്ടോ, നല്ല നീറ്റായിരിക്കുന്ന എൻജിൻ റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സ്പോട്ട് ചെയ്യാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന എൻജിൻ റൂം നമുക്കിവിടെ കാണാം. കണ്ടോ, അതേപോലെ എഡ്ജസൊക്കെ നോക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജസ് നമുക്ക് ഇവിടെ കാണാം. കണ്ടോ, ലിഡിലേക്ക് പോയേക്കാം. ലിഡിലും കാര്യമായിട്ടുള്ള ഡാമേജോ കാര്യങ്ങളോ നമുക്കൊട്ട് ലിഡിലും ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫോർച്യൂണറിൻ്റെ എൻജിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഇനി ഈ വാഹനത്തിൻ്റെ ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത ബൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ക്വാളിറ്റിയും കാര്യങ്ങളും നോക്കാം. ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റ് യൂസ് ചെയ്യണം. അതിൻ്റെ അടിയിൽ നമ്മൾ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്കിവിടെ എഡ്ജസും നോക്കിയേക്കാം. എഡ്ജസ് എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം. കണ്ടോ, ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. പാച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടാനില്ല. അതേപോലെ ലിഡിലേക്ക് നോക്കാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് സ്പെയർ വീലിലേക്ക് പോകാം. സ്പെയർ വീലായാലും കുഴപ്പമില്ലാത്ത ഗ്രിപ്പും കാര്യങ്ങളൊക്കെ സ്പെയർ വീലിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സിൽ കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ആസ്കിങ് പ്രൈസിലേക്ക് പോയേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി നമുക്ക് മുടക്കണ പൈസക്കുള്ള വണ്ടിയുണ്ട്. 2017 ഓട്ടോമാറ്റിക് 4x4 ആണ് വണ്ടി. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നത് ഇവിടെ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ റേറ്റിലേക്ക് കിടക്കാം. റേറ്റിലേക്ക് കിടക്കാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇനി നമ്മുടെ ഈ ഒരു ഫോർച്യൂണർ 4x4 ഓട്ടോമാറ്റിക്കിൻ്റെ ആസ്കിങ് പ്രൈസ് വെച്ചാൽ 31.5 ലക്ഷം രൂപയാണ്. 31.50 ലാക്സ് നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. ഇനി നമുക്ക് വാഹനം കിടക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞേക്കാം. എറണാകുളം ജില്ലയിലെ ആലുവയിലാണ്. ആലുവയിൽ പറവൂർക്കാലം കിടക്കുന്ന പറവൂർ ജംഗ്ഷൻ്റെ തൊട്ടടുത്തുള്ള ഓസ്കാർ ഷോറൂമിലാണ് വണ്ടി കിടക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വാട്സാപ്പിൽ ടെക്സ്റ്റോ വോയിസോ ഇട്ടേക്കാം. പിന്നെ ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതൊക്കെ ഷോറൂമിൽ തന്നെ ചെയ്തു തരും. ഡോക്യുമെൻറ്റേഷൻ വർക്ക് എല്ലാം ഇവിടെ നിന്ന് ക്ലിയർ ആക്കി തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫോർച്യൂണറിൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.